പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അഭിഷേകാഗ്നി വചന ശുശ്രൂഷയെ സംബന്ധിക്കുവാൻ കർത്താവിനെ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനും ഈശോയുടെ തിരുഹൃദയത്തിനും പ്രതിഷ്ഠിക്കുന്നു. തിരുഹൃദയത്തിലെ എളിമ കൊണ്ട് നിങ്ങൾ നിറയട്ടെ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. കുട്ടികൾ വലതുകരം ഉയർത്തി ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, വലിയ സന്തോഷത്തോടെ നമുക്ക് വചന ശുശ്രൂഷയിൽ ആയിരിക്കാം. കർത്താവിൻ്റെ വചനം വലിയ സന്തോഷത്തോടു കൂടി ദൈവജനം സ്വീകരിച്ചെന്ന് ലേഖനത്തിലുണ്ട്. അതുപോലെ നിങ്ങൾ സന്തോഷത്തോടെ വചനം സ്വീകരിക്കുന്നത് ഓർത്ത് ഞാൻ ഈശോയെ മഹത്വപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങൾ ഈ കൂടുതൽ ആൾക്കാർ അഭിഷേകാഗ്നിയിൽ വീണ്ടും വീണ്ടും സമ്മതിക്കുന്ന കാണുന്നതൊക്കെ അറിയുമ്പോൾ അച്ഛനെ ഇടയ്ക്കിടയ്ക്ക് കാണും, പ്രോത്സാഹിപ്പിക്കും. അതുകൊണ്ട് അച്ഛന് വലിയ സന്തോഷമാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, കർത്താവിൻ്റെ സ്നേഹം ഓരോ പ്രഭാതത്തിലും പുതിയതാണ് അല്ലേ? അവിടുത്തെ സ്നേഹം ഓരോ ദിവസവും ഒരു പുതുമയുള്ളതാണ്. നിയമത്തിന്റെ പഴമയിലല്ല, ആത്മാവിന്റെ പുതുമയിലാണ് എല്ലാ ശുശ്രൂഷകളും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഈ ഒരു ശുശ്രൂഷ സംബന്ധിച്ച് ഒരു പുതിയ ജനനം, ഒരു പുതിയ കൃപ, ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ തുടക്കം കർത്താവ് തരും. എത്രയോ സാക്ഷ്യങ്ങൾ, പ്രത്യേകിച്ച് ആ ചെറിയ ടോക്കിലൊക്കെ ഞാൻ കൂടുതൽ സാക്ഷ്യം വായിക്കുന്നുണ്ട് ഫേസ്ബുക്കിലുള്ള ആ വൈകുന്നേരത്തെ ടോക്കിൽ. അത് ഓരോ ടോക്ക് കേൾക്കുമ്പോൾ ഒരു പുതിയ തുടക്കം എത്ര ആൾക്കാർക്കാണ് കർത്താവ് കൊടുക്കുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, ഒരു പുതിയ തുടക്കം, ഒരു പുതിയ തുടക്കം, ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ അഭിഷേകം ഈ ദിവസം ഞങ്ങളിലേക്ക് ഒഴുക്കണമേ. ഞങ്ങളിലേക്ക് ഒഴുക്കണമേ. ഒരു പുതിയ കൃപ, ഒരു പുതിയ കൃപ, ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ ചൈതന്യം, ഒരു പുതിയ ചൈതന്യം ഞങ്ങളെ കത്തി ജ്വലിക്കട്ടെ. കത്തി ജ്വലിക്കട്ടെ. സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. അല്പം കൂടി ആഗ്രഹത്തോടെ സ്തുതിക്കാം. പുതിയൊരു ജനനം നൽകും കൈയടിക്കാവോ? പരിശുദ്ധാത്മാവേ, സന്തോഷത്തോടെ പുതിയൊരു ശക്തി ഉണരാൻ കൃപ നീ ചൊരിയണമേ. ആവർത്തിച്ച് പാടാവോ? പുതിയൊരു ജനനം നൽകും പരിശുദ്ധാത്മാവേ, സ്നേഹത്തോടെ പുതിയൊരു ശക്തി ഉണരാൻ കൃപ നീ ചൊരിയണമേ. കൈകൾ ഉയർത്തി. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. ആവർത്തിച്ച് പാടാവോ? പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. കവിഞ്ഞൊഴുകണമേ. വലിയ സന്തോഷത്തോടെ പരിശുദ്ധാത്മാവിലുള്ള ആനന്ദത്തോടെ പ്രാർത്ഥിക്കുകയാണ്. ഇരുവശങ്ങളിലും അനങ്ങി കൈയടിച്ച് കുടുംബം ഒരുമിച്ച് ഈശോയെ ആരാധിക്കുകയാണ്. പരിശുദ്ധാത്മാവിന്റെ ഒരു പുതിയ കൃപ, ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ ജ്വലനം സമൂഹം ഒരുമിച്ച്
ഞങ്ങളിൽ നിറയണമേ നിറഞ്ഞു കവിയണമേ കവിഞ്ഞു രോഗികളെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കും വേണ്ടി പരിശുദ്ധാത്മാവേ ആവർത്തിച്ച് ഞങ്ങളിൽ നിറയണമേ നിറഞ്ഞു കവിയണമേ കവിഞ്ഞൊഴുകണമേ തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാവോ? പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ നിറഞ്ഞു കവിയണമേ കവിഞ്ഞൊഴുകണമേ പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നവർക്ക് വേണ്ടി പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ നിറഞ്ഞു കവിയണമേ കവിഞ്ഞൊഴുകണമേ ഹല്ലേലൂയ 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 ഹല 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 ആരാധന 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 ഹല 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 യേശുവേ ആരാധിക്കുന്നു സ്തുതിക്കുന്നു 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 ആരാധന 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 പരിശുദ്ധാത്മാവേ ആരാധിക്കുന്നു സ്തുതിക്കുന്നു 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 ദാഹിക്കുന്നു ദാഹിക്കുന്നു ചോദിക്കുന്നു ചോദിക്കുന്നു ഹല 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 യേശുവേ ആരാധന 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 കർത്താവേ ആരാധിക്കുന്നു 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 ഹല 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 യേശുവേ ആരാധന 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 കർത്താവേ ഞങ്ങളെ സ്പർശിക്കണേ ഞങ്ങളെ തുടരണേ ഒരു പുതിയ കൃപ പുതിയ ചൈതന്യം പുതിയ അഭിഷേകം നൽകണേ ആരാധന 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 Praise the Lord. Praise the Lord. Hallelujah. Hallelujah. ഇരിക്കാം. നന്നായിട്ട് ഇങ്ങനെ പാടി പ്രാർത്ഥിക്കുമ്പോൾ ഓരോരോ മേഖലയിൽ കർത്താവ് നമ്മളെ കൃപ കൊണ്ട് നിറയ്ക്കും. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം മറ്റുള്ളവരെ മനസ്സുകൊണ്ട് വിധിക്കുന്ന സ്വഭാവം എങ്ങനെ മാറ്റാം. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈ വിഷയം നിങ്ങൾക്ക് നല്ല ഇഷ്ടമാവുമെന്ന് എനിക്കറിയാം. പ്രൈസ് ദി ലോർഡ്. Praise the Lord. പ്രിയമുള്ള സഹോദരങ്ങളെ, മനസ്സുകൊണ്ട് മറ്റുള്ളവരെ പെട്ടെന്ന് വിധിക്കുന്ന ഒരു ബലഹീനത നമ്മൾ പലർക്കും ഉണ്ടാകാം. ബൈബിളിൽ ഈ ഒരു പാപത്തെക്കുറിച്ച് ഈ ഒരു ബലഹീനതയെക്കുറിച്ച് വളരെ കർശനമായ ഭാഷയിലാണ് കർത്താവ് പല വചനങ്ങളും വെളിപ്പെടുത്തിയിരിക്കുന്നത്. വളരെ ശക്തമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് അങ്ങനത്തെ ഒരു വചനങ്ങൾ സൂചന നൽകുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തുകൊണ്ടാണ് ഈ വിധിക്കുന്ന പാപത്തിന് വലിയ പ്രത്യാഘാതങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിൽ കർത്താവ് വെളിപ്പെടുത്താൻ കാരണം? അതിന് കാരണമുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ 22-ാം തിരുവചനം, ഗോസ്പൽ ഓഫ് സെന്റ് ജോൺ ചാപ്റ്റർ 5:22. പിതാവ് ആരെയും വിധിക്കുന്നില്ല, വിധി മുഴുവൻ അവിടുന്ന് പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിതാവായ ദൈവം പുത്രനായ ഈശോ മിശിഹായെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ദൗത്യമാണ് ഓരോ ആത്മാവിൻ്റെ മേൽ വിധി പ്രസ്താവിക്കാൻ. ധനാധിപതിയാകാം, ന്യായാധിപതിയാവാം, കർത്താവ് 2-ാമത്തെ ആഗമനത്തിലാകാം. കർത്താവിനെ, അതായത് ഈശോയെ പിതാവായ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഒരു പ്രവൃത്തി, ഒരു ദൗത്യമാണത്. എന്ന് പറഞ്ഞാൽ ഈ ലോകത്തെ പാപത്തിന് രക്ഷിക്കാൻ തൻ്റെ കുരിശുമരണത്തിലൂടെ ഉത്ഥാനത്തിലൂടെ ഈശോ പിതാവിൻ്റെ ഹിതം നിറവേറ്റിയതുപോലെ തന്നെ പിതാവ് ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ദൗത്യമാണ് വിധി പ്രസ്താവിക്കുക. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. ഹല്ലേലൂയ. യാക്കോബ് ലേഖനത്തിൽ 4-ാമത്തെ അധ്യായത്തിന്റെ 11-12 തിരുവചനങ്ങൾ, സഹോദരനെതിരെ സംസാരിക്കുകയോ സഹോദരനെ വിധിക്കുകയോ ചെയ്യുന്നവൻ നിയമത്തിനെതിരായി സംസാരിക്കുകയും നിയമത്തെ വിധിക്കുകയും ചെയ്യുന്നു.
നിയമത്തെ വിധിക്കുന്നെങ്കിൽ നീ നിയമം അനുസരിക്കുന്നവനല്ല, മറിച്ച് അതിൻ്റെ വിധികർത്താവ് എത്രേ. നിയമദാതാവും ന്യായാധിപനുമായി ഒരുവനേ ഉള്ളൂ. അതാരാണ്? അത് ഈശോയാണ്. അത് നമ്മുടെ രക്ഷകനായ കർത്താവാണ്. ഉറക്കെ പറയാം ഹല്ലേലൂയാ. ഹല്ലേലൂയ. ഇത് വളരെ വ്യക്തമായി യോഹന്നാന്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യോഹന്നാൻ 5:27 മനുഷ്യപുത്രനായതുകൊണ്ട് വിധിക്കാനുള്ള അധികാരവും അവന് നൽകിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ചുരുക്കത്തിൽ എൻ്റെ സഹോദരങ്ങളെ, ഈശോ ചെയ്യേണ്ട പ്രവൃത്തി ഒരു മനുഷ്യൻ ചെയ്താൽ എങ്ങനെയുണ്ടാവും? ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ഇടവകയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കേണ്ടത് പുരോഹിതൻ, പള്ളിയിൽ അച്ഛൻ കുർബാന അർപ്പിക്കണം. അതിന് പകരം ഒരു ചേട്ടൻ കയറി കുർബാന അർപ്പിച്ചാൽ എങ്ങനെയുണ്ടാവും? അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ അതിൻ്റെ പ്രധാന ഒരു ഉദ്യോഗസ്ഥൻ ചെയ്യേണ്ട കാര്യം നമ്മൾ കയറി ചെയ്ത് എങ്ങനെയുണ്ടാവും? അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതായത് ഈ വിധി കൽപ്പിക്കുക, വിധി പറയുക എന്നുള്ളത് ഈശോ ഏൽപ്പിച്ച കാര്യമാണ്. അപ്പോൾ അതൊരു വ്യക്തി ചെയ്യാന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗൗരവം നിങ്ങൾക്ക് മനസ്സിലായോ? ദൈവത്തിൻ്റെ സ്ഥാനം കൈയടക്കാണ് ചെയ്യുന്നത്. അത് ചെയ്യാൻ പരിശ്രമിച്ചത് ആരാ? അത് ചെയ്യാൻ പരിശ്രമിച്ചത് ലൂസിഫറാണ്, സാത്താനാണ്, പുരാതന സർപ്പമാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ സ്ഥാനം കൈയടക്കാനുള്ള വ്യാമോഹവും അതിൻ്റെ പരിശ്രമമാണ് ആ മാലാഖ നിലം പതിപ്പിച്ചത്. അതുകൊണ്ട് പിശാച് ചെയ്യുന്ന പ്രവൃത്തിയാണ് ദൈവത്തിൻ്റെ സ്ഥാനം കൈയടക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഒരാളെ വിധിക്കുമ്പോൾ അത് ഇത്ര ഗൗരവമുള്ള കാരണം അത് ദൈവത്തിൻ്റെ സ്ഥാനം മോഷ്ടിക്കാനുള്ള പരിശ്രമമാണ്. ഇത് ഞാൻ വെറുതെ ഉണ്ടാക്കി പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കരുത്. വചനത്തിൽ നമ്മൾ കണ്ടു, ഭക്തിമാർഗ പ്രവേശിക എന്ന് പറഞ്ഞ നല്ലൊരു പുസ്തകമുണ്ട്. അത് വിശുദ്ധ ഫ്രാൻസിസ് സാലസ് എഴുതിയിരിക്കുന്ന പുസ്തകമാണ്. അതിന് 202-ാമത്തെ പേജിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. മനുഷ്യൻ്റെ വിധികൾ എല്ലായ്പ്പോഴും സാഹസികമായിരിക്കുകയേ ഉള്ളൂ. എന്തുകൊണ്ടെന്നാൽ അവർ പരസ്പരം വിധികർത്താക്കളല്ല. തന്മൂലം അവർ വിധിക്കുമ്പോൾ അനന്ത വിധികർത്താവിൻ്റെ ദിവ്യമായ ഉദ്യോഗം അപഹരിക്കുക എത്രേ ചെയ്യുക. ദൈവത്തിൻ്റെ ജോലി കയറി ചെയ്യുന്ന അവസ്ഥയിലേക്ക് വരിക. പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇനി എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, അപ്പം അതിൻ്റെ ഗൗരവം ഇതാണ്. ഇനി ഓരോ വ്യക്തിയുടെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് ഈ വിധിക്കുന്ന പ്രകൃതം വരുന്നത് എന്ന് മനസ്സിലാക്കിയ ശേഷം അതിനകത്ത് നിന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്ന് നമുക്ക് നോക്കാം. വളരെ ശ്രദ്ധിച്ചിരിക്കണം. അനേകം വ്യക്തികളുടെ ജീവിതത്തിൽ ഈ വിധിക്കുന്ന പ്രകൃതം വരുന്നത് അഹങ്കാരത്തിൽ നിന്നാണെന്നാണ് ആത്മീയ പിതാക്കന്മാരെ പഠിപ്പിക്കുന്നത്. അത് ഞാൻ മാത്രം എല്ലാം ശരി, ബാക്കി എല്ലാ ആൾക്കാരും ചീത്ത. അതാ പണ്ടത്തെ ഫരിസേയൻ്റെ അതേ മനോഭാവമാണ്. എന്നിട്ട് അത് വെച്ചുകൊണ്ട് എപ്പോഴും മറ്റുള്ളവരെ കമ്പയർ ചെയ്തിരിക്കും. ഇവൻ പൊട്ടൻ, ഇവൻ ചീത്തൻ, ഇവൻ കാര്യമില്ലാത്തവൻ, ഒന്നുമില്ല, ഞാനെല്ലാം ഓക്കെ. അത് നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. അനേകരുടെ ജീവിതത്തിൽ ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. അഹങ്കാരമുണ്ടോ, വിധിയുണ്ട്. അതുകൊണ്ട് എത്രമാത്രം വിധിക്കുന്നു അത്രമാത്രം അഹങ്കാരത്തെ ശക്തി പ്രാപിക്കും. അതുകൊണ്ട് അഹങ്കാരത്തിൻ്റെ പേര് പറയാതെ വിധി എന്ന് പറയുന്ന പാപം ഒഴിഞ്ഞു പോകുമെന്ന് വിചാരിക്കരുത്. നമുക്കത് വായിക്കാം. വേറെ ചിലർ അഹങ്കാരത്താലാണ് അന്യരെ അന്യായമായി വിധിക്കുന്നത്. അന്യരുടെ അഭിമാനം ക്ഷയിപ്പിക്കുന്ന തോതനുസരിച്ച് തങ്ങളുടെ അഭിമാനം വർദ്ധിക്കുന്നുവെന്ന് ഈ ദുർഭകർ വിചാരിക്കുന്നു. അപ്പം മറ്റുള്ളവരെ കുറിച്ച് മോശമായിട്ട് വിധിക്കുകയും ചിന്തിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ അഭിമാനം വർദ്ധിക്കുകയെന്ന് ഇവരുടെ വിചാരം. ഇതേ കാര്യം തന്നെ അദൃശ്യ പോരാട്ടം എന്ന് പറയുന്ന നല്ലൊരു പുസ്തകമുണ്ട്, ഒരു ആത്മീയ പുസ്തകമാണ്. അതിന് 208-ാമത്തെ പേജിൽ മറ്റൊരു വിധത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നാം അവരെ ഒന്നുമല്ലെന്ന് കണക്കാക്കുമ്പോൾ അവരെ നിന്ദിക്കും, അവസരം കിട്ടിയാൽ അപമാനിക്കുകയും ചെയ്യും. ഈ ദുഷിച്ച ശീലം അഥവാ തിന്മ അഹങ്കാരത്തിൽ നിന്നും ജന്മം കൊണ്ടതായതുകൊണ്ട് അഹങ്കാരത്തിൽ വളരുകയും ശക്തമാവുകയും ചെയ്യുന്നു. അതിലൂടെ അഹങ്കാരത്തെ ശക്തമാക്കുകയും വളർത്തുകയും ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അഹങ്കാരത്തിൻ്റെ പേര് പറയണം. വിധിയുടെ പേര് പറിച്ചില്ലെങ്കിൽ അഹങ്കാരം ശക്തിപ്പെടും. അപ്പൊ തരം കിട്ടുമ്പോഴൊക്കെ മറ്റുള്ളവരെ കളിയാക്കുക, വിമർശിക്കുക, നെഗറ്റീവ് പറയുക, അവര് വിധിക്കുക, ചിന്തിക്കുക. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. വേറെ ഒരു കൂട്ടർക്ക് വിധിക്കുന്ന പ്രകൃതി വരുന്നത് എങ്ങനെയാണെന്നറിയോ? അന്യരുടെ ദുർഗുണങ്ങളെ പറ്റി ചിന്തിക്കുമ്പോൾ ഒരു സന്തോഷം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതായത് അവരുടെ എന്തെങ്കിലും ദുർഗുണങ്ങൾ ഓർക്കുമ്പോൾ ഒരു സന്തോഷം. ആ സന്തോഷം വരുന്നത് എങ്ങനെയാണെന്നറിയാവോ? അവരുടെ മനസ്സിൻ്റെ വിചാരത്തെക്കുറിച്ച് ഇങ്ങനെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. അതായത് അവരിങ്ങനെ ചിന്തിക്കുകയാണ്, അവർക്ക് ആ ദുർഗുണമുണ്ട്. കോപിക്കുക എന്ന് പറഞ്ഞ ദുർഗുണമുണ്ട്. അപ്പോൾ ഒരേ സ്ഥലത്ത് തന്നെ ജീവിക്കുന്നവരാണെന്ന് കരുതുക. അപ്പോൾ ഈ ആൾ ചിന്തിക്കുന്നത് എനിക്ക് ശാന്തത എന്ന് പറഞ്ഞ പുണ്യമുണ്ട്. അപ്പോൾ അവന് കോപിക്കുന്ന പുണ്യം, എനിക്ക് ശാന്തത. കോപിക്കുന്ന പുണ്യമല്ല, കോപിക്കുന്ന സ്വഭാവം.
അപ്പൊ എന്താ ചിന്തിക്കുന്ന അറിയോ? ബാക്കി എല്ലാവർക്കും എൻ്റെ ശാന്തതയിലാണ് ഇഷ്ടം. അപ്പോൾ അവർക്ക് എല്ലാവർക്കും എന്നെയാണ് ഇഷ്ടം. കണ്ടോ വരുന്ന വരവ് കണ്ടോ? അതാണ് ഭക്തിമാർഗ പ്രവേശം രേഖപ്പെടുത്തിയിരിക്കുന്നത്. മറ്റു ചിലർക്കാകട്ടെ ഇങ്ങനെയുള്ള പ്രത്യക്ഷമായ അഹങ്കാരമില്ല. അന്യരുടെ ദുർഗുണങ്ങളെ പറ്റി ചിന്തിക്കുന്നതിലാണ് ഇവർക്ക് സംതൃപ്തി. അന്യരിൽ കാണുന്ന ദുർഗുണങ്ങൾക്ക് വിപരീതമായ സദ്ഗുണങ്ങൾ തങ്ങളിൽ പരിലസിക്കുന്നുണ്ടെന്നും ഈ ഗുണങ്ങൾ കണ്ടുകൊണ്ട് വിസ്മയഭരിതരായി മറ്റുള്ളവർ തങ്ങളെ അഭിനന്ദിക്കുന്നുണ്ടെന്നുമുള്ള വ്യാമോഹങ്ങളാണ് ഇവരുടെ സന്തോഷ സംതൃപ്തികളുടെ നിദാനം. അപ്പൊ നമ്മൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഏത് റൂട്ടിലാണെന്ന് നോക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. മൂന്നാമത് വേറൊരു കൂട്ടരുണ്ട്. അവരുടെ വിധി എന്താണെന്നറിയാവോ? തങ്ങൾക്കുള്ള ദുർഗുണം അവർക്കുമുണ്ട് എന്നൊരു ചിന്ത. എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? അതായത് നമുക്കൊരു ദുർഗുണമുണ്ട്, അപ്പൊ അവർക്കും ആ ദുർഗുണമുണ്ട്, അപ്പൊ നമുക്കൊരു സമാധാനം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസാക്ഷിയിൽ ഇത് ശരിയല്ല എന്ന് പറഞ്ഞ് മനസാക്ഷി ഒരു പ്രത്യേക സ്വഭാവത്തെ മാറ്റാൻ പറയുമ്പോൾ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി അവർക്കും ഇതുണ്ടല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായത് കുറ്റവാളികളുടെ എണ്ണം കൂടും തോറും കുറ്റത്തിന്റെ കാഠിന്യം കുറയുമെന്നാണ് ഇക്കൂറുടെ വിചാരം. അങ്ങനെയല്ല. അതെവിടെ വായിക്കുന്നത്? ഭക്തിമാർഗ പ്രവേശത്തിന്റെ 203 പേജിലാണ്. തങ്ങൾക്കുള്ളതോ അഥവാ അതിനോട് സദൃശമുള്ളതോ ആയ ദുർഗുണം മറ്റുള്ളവരിലും ഉണ്ടെന്നാണ് ഇനിയും ചിലരുടെ സാഹസിക വിധി. തങ്ങളുടെ അനാശാസ്യ വ്യാപാരങ്ങളെ ന്യായവൽക്കരിക്കുന്നതിനോ അന്ധകരണ ശാസനത്തെ അവഗണിക്കുന്നതിനോ ആണ് ഇവർ ഇങ്ങനെ ചെയ്യുക. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമുക്കൊരു സമാധാനം കിട്ടാൻ പിന്നെ വേറെ മനസാക്ഷിയുടെ ആ ഒരു പ്രേരണകളെ തട്ടിക്കളയാം. വേറെ ചില ആൾക്കാർക്ക് വിധി വരുന്നത് എങ്ങനെയാണെന്ന് അറിയാം? 4ാമത്തെ ലെവലാണ്. നമ്മൾ ഇഷ്ടപ്പെടുന്നവരെല്ലാം ബെസ്റ്റ് ആൾക്കാർ, ശിഷ്ടന്മാർ, മറ്റുള്ള എല്ലാവരും ദുഷ്ടർ. നമ്മളോട് ചേർന്ന് നിൽക്കുന്നവരോ നമ്മുടെ വിധേയത്തോളം നമ്മുടെ കൂട്ടായ്മയുള്ളവരെ അവരെല്ലാം ബെസ്റ്റ് ആൾക്കാർ. ഇനി നമ്മളോട് താല്പര്യം ഇല്ലാത്ത വേറൊരു ഗ്രൂപ്പുണ്ട്, ഒരു ചേട്ടനെന്ന് കരുതുക, അയാളോട് കുറച്ചാൾ, അവരെല്ലാം ചീത്ത. നമുക്കത് വായിക്കാം. തങ്ങൾക്കിഷ്ടമുള്ളവർ ശിഷ്ടന്മാരും മറ്റുള്ളവർ ദുഷ്ടന്മാരുമാണെന്ന് വേറെ ചിലർ വിധിക്കുന്നു. ഇതിനാധാരം വെറും തോന്നലല്ലാതെ തങ്ങളുടെ സഹോദരന്മാരുടെ യഥാർത്ഥ ഗുണങ്ങളല്ല. ഒരു കാര്യം കൂടിയുണ്ട്. അന്യരെ നേരെ നോക്കുകയോ പുഞ്ചിരി തൂകുകയോ ചെയ്യുന്നവങ്കിൽ ഉടൻ തങ്ങളുടെ സ്നേഹഭാജനത്തിൽ അവിശ്വസ്തത എന്ന അപരാധം ആരോപിച്ച് അയാളെ നിർദ്ദയം പരിത്യജിച്ച് കളയുന്നവർ ചുരുക്കമല്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒരു പൊസസീവ് അല്ലെങ്കിൽ സംശയ രോഗം അങ്ങനത്തെ ഒരു സ്ഥിതിയിലൊക്കെ നമ്മുടെ മനസ്സിന്റെ ഓരോ അവസ്ഥകളിൽ മറ്റുള്ളവർ വിധിച്ചുകൊണ്ടിരിക്കുക ഒന്നുമില്ല, പക്ഷെ വെറുതെ ഇങ്ങനെ തോന്നുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ അഹങ്കാരം മൂലം വരാം. അതേപോലെ തന്നെ മറ്റുള്ളവർക്ക് ആ ദുർഗുണം നമുക്ക് സദ്ഗുണം, അല്ലെങ്കിൽ അവരിലും ആ ഗുണമുണ്ടല്ലോ ഒരു സാന്ത്വനം, നമ്മുടെ കൂടെയുള്ള ഒരു ബെസ്റ്റ് മറ്റേ അല്ലാത്തവരെ ഓക്കെ അല്ല, ഇങ്ങനെയൊക്കെ വരാം. പല രീതിയിൽ വരാം. എല്ലാം ഞാൻ പറയുന്നതല്ല, ചില കാര്യങ്ങൾ വരാം. ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. വിഷയം എന്താണെന്നറിയാമോ? എങ്ങനെ ഇതിനകത്തുനിന്ന് രക്ഷപ്പെടാം. ഇതാണല്ലോ നമുക്ക് അറിയേണ്ട വിഷയം. എങ്ങനെ വിധിക്കുന്ന ബ്രദർ ചില ആൾക്കാർ നാഴികയ്ക്ക് 40 വട്ടം വിധിക്കാന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേൾക്കും. ഞാൻ ആർക്കാണ് ഒരു സിസ്റ്റർ പറയുന്നേരം എനിക്കറിയാം. അതായത് നിങ്ങളിങ്ങനെ വിധിച്ച് ദ്രവിച്ച് തീരും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പറഞ്ഞാൽ വിധിക്കാൻ തുടങ്ങിയ നമ്മുടെ ജീവിതം മുഴുവൻ അങ്ങനെ ഒരു ദ്രവിച്ച് തീരുന്ന പോലെ ഒരു കൃപയില്ലാത്ത അവസ്ഥയിലേക്കാക്കി മാറ്റപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എങ്ങനെയാ രക്ഷപ്പെടാം? സഭ പഠിപ്പിക്കുന്ന വിശുദ്ധാത്മാക്കൾ പഠിപ്പിക്കുന്ന 1ാമത്തെ മാർഗ്ഗം എങ്ങനെയാണ്? അങ്ങനത്തെ ഒരു ചിന്ത വന്നാൽ ആ ചിന്തയെ പെട്ടെന്ന് പുറത്താക്കി സദ്ഗുണങ്ങളാൽ നിറയ്ക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? നമുക്കിപ്പോൾ ഒരാളെ വിധിക്കുന്ന ഒരു ചിന്ത വന്ന് അവൻ അങ്ങനെയാണ്, പുള്ളി ഇങ്ങനെയായിരിക്കും ചെയ്യുക, ഇങ്ങനെയായിരിക്കും ചെയ്തിട്ടുണ്ടാകുക, അതിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. എന്നതറിയോ? ഈ ചിന്ത കൊണ്ടുവരുന്നത് പിശാചാണ്. ഈ ചിന്ത കൊണ്ടുവരുന്നത് സാത്താനാണ്. ദൈവത്തിൽ നിന്ന് വരുന്നതല്ല, അന്തരാത്മാവിൽ നിന്ന് വരുന്നതല്ല. ഇത് കൊണ്ടുവരുന്ന ഏകയാൾ. കാരണം എൻ്റെ സഹോദരങ്ങൾ മറ്റുള്ളവരെ കുറ്റം ആരോപിക്കുകയും വിധിക്കുകയും ചെയ്യുന്ന ഏകയാൾ പിശാചാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ചിന്ത വന്ന അപ്പം തന്നെ ഓർക്കണം, ദൈവമേ പിശാചാണല്ലോ വന്നത്, ഇതിന് പുറകിൽ ഇങ്ങേരാണല്ലോ, എനിക്ക് എൻ്റെ വരം തോന്നലല്ല, ഇത് ശരിക്കും സാത്താൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ എന്ന ഓർമ്മ പെട്ടെന്ന് മനസ്സിൽ കൊണ്ടുവരണം. എന്നിട്ട് ആ ചിന്ത പെട്ടെന്ന് മാറ്റിക്കളയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമ്മുടെ വീടിനകത്ത് ഒരു എലിയോ തവളയോ അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മുടെ കാറിൽ ഒരു പാമ്പോ എന്തെങ്കിലും കയറി കഴിഞ്ഞാൽ പെട്ടെന്ന് പുറത്താക്കില്ലേ? പെട്ടെന്ന് പുറത്താക്കണം. പെട്ടെന്ന് പുറത്താക്കട്ടെ എന്ത് ചെയ്യാനെന്ന് അറിയാവോ? നമ്മൾ ആരെക്കുറിച്ചാണോ പിശാചിന്റെ
അടിമയെ അങ്ങനെ വിധിക്കാൻ തുടങ്ങിയത് അയാളുടെ ഒരു 4-5 നല്ല ഗുണങ്ങൾ അങ്ങോട്ട് ഓർക്കുക. ഹല്ലേലൂയാ. ആരും അങ്ങേർക്ക് ഇന്ന പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ ശരി, അയാൾ ഇങ്ങനെ എത്രയോ നല്ല ഗുണങ്ങൾ അയാൾ വേറെയുണ്ട്, അതൊരു 4-5 ഓർക്കുക. അദൃശ്യ പോരാട്ടത്തിൽ 209 പേജ് പറഞ്ഞിരിക്കുകയാണ്, മറ്റുള്ളവരിൽ ഉണ്ടെന്ന് സംശയിക്കുന്ന തിന്മയെക്കുറിച്ച് നമ്മൾ എത്തിച്ചേർന്ന ഈ വിധിയുടെ ഉത്ഭവം ശത്രുവിൻ്റെ പ്രവർത്തനമാണ്. പിശാചാണത് കൊണ്ടുവന്നത്. അവൻ്റെ പ്രവർത്തനത്തിലൂടെ മനസ്സിൽ ഉണ്ടാക്കപ്പെട്ട തോന്നലാണ് ഈ വിധി. നാം അറിയുന്നില്ല, സത്യം അതല്ലെങ്കിലും അവൻ അത്തരത്തിലാണെന്നുള്ള ഒരു ബോധ്യമായി അതിനെ അവൻ നമ്മിൽ ഊതി കത്തിക്കും. നോക്കിയോ, നിങ്ങളൊരു കാര്യം നമ്മൾ വിധിക്കാൻ തുടങ്ങിയാൽ ആ കാര്യം ഇങ്ങനെ അങ്ങനത്തെ ചിന്തകൾ വന്ന് ഊതിക്കത്തി ഊതി കത്തിക്കുന്ന പോലെ ഇങ്ങനെ മനസ്സ് കത്തിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയാ. അങ്ങനെ ഊതി കത്തിക്കുന്ന പിശാചാണ്, പെട്ടെന്ന് ഓർക്കണം. എന്നിട്ടോ നിങ്ങൾ അയൽക്കാരൻ്റെ എന്തെങ്കിലും തിന്മ അവൻ കാണിച്ചു തന്നാൽ അത് നിങ്ങളിൽ വേരിടാതിരിക്കാനായി ഉടനെ ചിന്തയെ പുറത്താക്കുക, സഡൻ ആക്ഷൻ എടുക്കുക. അതിൻ്റെ ഒരു സൂചനയെ നിങ്ങൾ അവശേഷിപ്പിക്കാത്ത വിധം അതിനെ പുറത്താക്കുകയും അതിനെ നിങ്ങൾ അയൽക്കാരൻ്റെ നല്ല ഗുണങ്ങളാൽ അല്ലെങ്കിൽ ആൾക്കാർക്ക് പൊതുവല്ല ഗുണങ്ങളാൽ നിറയ്ക്കുകയും ചെയ്യുക. പ്രൈസ് ദി ലോർഡ്. എന്നിട്ടും കുറ്റം വിധിക്കാനുള്ള പ്രേരണ ശക്തമാവുകയാണെങ്കിൽ ഈ സത്യത്തോട് ഇതും കൂടി ചേർക്കുക, വിധിക്കാൻ നിങ്ങൾക്ക് ഒരധികാരവും നൽകപ്പെട്ടിട്ടില്ല. നിങ്ങൾ ഈ അധികാരം കൈയേൽക്കുന്ന പക്ഷം സ്വയം കുറ്റം വിധിച്ച് ശിക്ഷാവിധിച്ച് നിങ്ങളെ തന്നെ അർഹരാക്കുകയാണ്. എന്നിട്ട് ബോധിച്ചു, ദൈവമേ ഇത് യേശുവിൻ്റെ ഉദ്യോഗം ഞാൻ അപകരിക്കുകയാണല്ലോ എന്നും കൂടി ഓർക്കുക. അതങ്ങോട്ട് വിട്ടുപോകും. കൊണ്ടുവന്ന പിശാചാണെന്ന് പെട്ടെന്ന് ഓർക്കണം. വേഗം അയാൾ 5-6 നന്മ ഓർത്തോണം. എന്ന് മാത്രമല്ല, ദൈവമേ യേശുവിൻ്റെ ആ പിതാവ് ഏൽപ്പിച്ച കാര്യം ഞാൻ ഏറ്റെടുക്കാൻ ഓർത്ത് പെട്ടെന്ന് ആ ചിന്ത മനസ്സിൽ നിന്ന് മാറ്റണം. മാറ്റിയില്ലെങ്കിൽ വരുന്ന അപകടം എന്താണെന്നറിയോ? വലിയ ന്യായവിധിയാണ്. അതാണ് റോമ 2:1. അല്ലയോ മനുഷ്യ, നീ ആര് തന്നെ ആയാലും മറ്റൊരുവനെ വിധിക്കുമ്പോൾ നിനക്ക് ന്യായീകരണമില്ല. അവനെ വിധിക്കുമ്പോൾ നീ നിന്നെ തന്നെയാണ് വിധിക്കുന്നത്. എന്നാൽ വിധിക്കുന്ന നീയും അതേ കുറ്റങ്ങൾ ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തെ കാര്യം എങ്ങനെയാണ്? അതായത് നമ്മൾ ആ വിധിക്കുന്ന ഒരാളെ കാണുമ്പോൾ നമ്മൾ വിധിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ, ഒരു പ്രത്യേക കാര്യത്തിൽ വിധിച്ചല്ലോ, ആ വിധിച്ചതിൻ്റെ ഒരു വേര് നമ്മളിലുണ്ടെന്ന് പെട്ടെന്ന് തിരിച്ചറിഞ്ഞോണം. അതായത് ഞാൻ ഒരാളെ വിധിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ചിന്തിക്കുന്നത് ആ ഒരു പാപം, ആ ഒരു പ്രശ്നം എന്നിൽ ഇല്ല എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അതതിൻ്റെ പൂർണ്ണതയിലില്ലെങ്കിലും അതിൻ്റെ ഒരു വേര് നിന്നിലുണ്ടത് കൊണ്ടാണ് വിധി വന്നത്, അല്ല വിധി വരില്ലായിരുന്നു. അതെവിടെയാണ്? അദൃശ്യ പോരാട്ടത്തിൽ 210 പേജിലുണ്ട്. അതുമല്ല, നിങ്ങളുടെ അയൽക്കാരൻ്റെ ഏതെങ്കിലും തെറ്റായ പ്രവൃത്തിയെ നിങ്ങൾ കഠിനമായി വിധിക്കുമ്പോൾ ആ ദുഷ്ടതയുടെ ചെറിയൊരു വേര് നിങ്ങളുടെ ഹൃദയത്തിലുണ്ട്, നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് വിധി വന്നത്. ഉദാഹരണം പറയാം, അവൻ വ്യഭിചാരിയാണെന്ന് പറഞ്ഞ് ചിന്തിക്കുന്നു. നമ്മളാകട്ടെ വ്യഭിചാരം ചെയ്തിട്ടില്ല എന്ന് നമുക്കറിയാം, നമ്മൾ ചെയ്തിട്ടില്ല. പക്ഷേ അതിൻ്റെ ഒരു വേര് നിന്നിൽ അറിയാതെ കിടപ്പുണ്ട്. അതുകൊണ്ടാണ് നിനക്ക് അങ്ങനെ വിധി വന്നത്. അതാണ് മത്തായി 12:35. ദുഷ്ടൻ തിന്മയുടെ ഭണ്ഡാരത്തിൽ നിന്ന് തിന്മ പുറപ്പെടുവിക്കുന്നു. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയാ. അപ്പൊ നമ്മൾക്ക് പെട്ടെന്ന് ഈ ഓർമ്മ കിട്ടിയാൽ നമ്മൾ സഡൻ ആക്ഷൻ എടുക്കണം. വായിക്കാം, അത്തരത്തിലുള്ള ആസക്തികളുടെയും ആസക്തി നിറഞ്ഞ പ്രവർത്തികളുടെ വലിയൊരു സംഖ്യ നിശ്ചയമായി നിങ്ങളിലുണ്ടാകും. നിങ്ങളിലെ കുറവുകൾ കണ്ടെത്തി പരിഹരിക്കാൻ നിങ്ങൾ ആത്മാർത്ഥത കാട്ടിയാൽ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാനും അവരെ കുറ്റപ്പെടുത്താനും നിങ്ങൾക്ക് സമയം കിട്ടില്ല. നിങ്ങൾ അങ്ങനെ ചെയ്താൽ വൈദ്യ, നീ നിന്നെ തന്നെ സുഖപ്പെടുത്തുക, ആദ്യം നിന്റെ കണ്ണിന് തടി എടുത്തു മാറ്റുക എന്ന വചനങ്ങൾ നിങ്ങളുടെ കാതിൽ മുഴുകിക്കൊണ്ടിരിക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോ നമുക്ക് ഒരാളെ വിധിക്കുമ്പോൾ നമുക്കൊരു ഓർമ്മ കിട്ടി. എന്താണെന്നറിയാവോ? നമ്മളിലും അതുണ്ട്. ഒരെണ്ണം നമ്മൾ അർജന്റായിട്ട് ആക്ഷൻ എന്താ? പെട്ടെന്ന് ദൈവം എൻ്റെ ഈ ഒരു സ്വഭാവം മാറ്റണമല്ലോ, ദൈവം എൻ്റേത് എങ്ങനെയെങ്കിലും മാറ്റണമല്ലോ. ഉദാഹരണം പറയാം, ഇപ്പോൾ ഒരാൾക്ക് ക്യാൻസർ ആണെന്ന് നമ്മൾ അറിഞ്ഞു. അങ്ങനെ ക്യാൻസർ ആണല്ലോ, കഷ്ടമായ പോലെ അങ്ങനെ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത നമുക്കൊരു തലകറക്കം വന്ന ടെസ്റ്റ് നോക്കിയപ്പോൾ നമുക്കും ക്യാൻസർ ആണെന്ന് അറിഞ്ഞാലോ വേഗം അത് പരിഹരിക്കാൻ നോക്കും. ഒരാളെ നമ്മൾ വിധിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിൻ്റെ ഒരു വേര് നമ്മളിലുണ്ട്. അതുകൊണ്ടാണ് ഈശോ പറയുന്നത് മത്തായി 7:1 വിധിക്കപ്പെടാതിരിക്കാൻ നിങ്ങളും വിധിക്കരുത്. ഇനിയിപ്പോൾ നമ്മൾ ഒരാളെ വിധിക്കുന്ന ഒരു ചിന്ത, അയാൾ പബ്ലിക്കായ സംഭവമാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്, അയാൾ അങ്ങനെയാണെന്നുള്ള ഉറപ്പാണെന്ന് കരുതുക. അപ്പോൾ നമുക്കൊരു ചിന്ത വരുമല്ലോ, ഇങ്ങനെയാണല്ലോ എന്നൊരു ചിന്ത വരാം, അതൊരു വിധിയായിട്ട് വരാം. അവിടെ എന്താണ് ചെയ്യേണ്ടത്? വായിക്കാം. ഇങ്ങനെ സ്വയം പറയുക, ആ സഹോദരന് നിരവധി രഹസ്യ പുണ്യങ്ങൾ, ഒരുപാട് പുണ്യങ്ങൾ ഉള്ളതുകൊണ്ട് അവയുടെ ഒരു പൊങ്ങച്ചമൊക്കെ ഉണ്ടായി ഉപദ്രവം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ദൈവം തൽക്കാലം ഒരു ചെറിയ വീഴ്ച അനുവദിച്ചതാകാം. അല്ലെങ്കിൽ അദ്ദേഹത്തിന് യോജിക്കാത്ത പ്രതിച്ഛായൽ കുറച്ചു കാലം ആയിരിക്കും വഴി തൻ്റെ അയോഗ്യത സ്വയം കണ്ടെത്താൻ ദൈവം അനുവദിച്ചതാകാം.
അല്ലെങ്കിൽ മറ്റുള്ളവരെ നിന്ദിക്കപ്പെട്ട എളിമയുടെ ഫലങ്ങൾ ശേഖരിക്കാനും ദൈവത്തിന് കൂടുതൽ പ്രിയപ്പെട്ടവരാകാനും ദൈവം സമ്മാനിച്ചതാകാം. പ്രൈസ് ദി ലോർഡ്. Praise the Lord. അപ്പോൾ ദൈവം അദ്ദേഹത്തെ വീണാൻ അനുവദിച്ചു, ദൈവം ഒരു എളിമ അഭ്യസിപ്പിച്ചു, അല്ലെങ്കിൽ ഒരു പുണ്യത്തെ അത് ചെയ്താന്ന് വിചാരിക്കുക. എന്നിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, നേരത്തെ നിരവധി വ്യക്തികൾ പാപത്തിലായിരുന്ന വ്യക്തികൾ പിന്നെ എത്രയോ വലിയ അനുതാപത്തോടെ വിശുദ്ധിയുടെ മാർഗങ്ങളിലേക്ക് കടന്നുപോയി എന്ന് വചനം വെളിപ്പെടുത്തുന്നുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് ചുരുക്കത്തിൽ 2 കാര്യങ്ങൾ നമുക്ക് സംഗ്രഹിക്കാം. 1 Corinthians 11:31 നാം നമ്മെ തന്നെ ശരിയായി വിധിച്ചിരുന്നെങ്കിൽ നാം വിധിക്കപ്പെടുകയില്ലായിരുന്നു. അപ്പൊ വിധി വരുന്ന അപ്പോൾ തന്നെ എന്തെന്നറിയാവോ, അത് മറ്റുള്ളവരെ വിധിക്കുന്ന അതേ ആയുധം നമുക്കെതിരെ തിരിച്ചു പറയണം. കാരണം നമ്മളിൽ ആ വേരുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ് വിധിക്കുന്ന അതേ വിധിയാ നീ വിധിക്കപ്പെടും. കാരണം വിധിക്കുന്ന നീ അറിയുന്നില്ല, പക്ഷെ നീ ആ തെറ്റ് നിന്നിലുണ്ട്. രണ്ടാമത് ചെയ്യേണ്ട കാര്യം എന്നറിയാവോ, ആ വിധിക്കുന്ന ആരെയാണ് വിധി വന്നാൽ അയാളുടെ മേലൊരു കാരുണ്യം നമ്മൾ കൊടുത്തിട്ട് നമ്മൾ ന്യായവിധിയിൽ നിന്ന് വിജയം നേടണം. അതാണ് യാക്കോബ് 2:13. കാരുണ്യം കാണിക്കാത്തവന്റെ മേൽ കാരുണ്യരഹിതമായ വിധി ഉണ്ടാകും, എങ്കിലും കാരുണ്യ വിധിയുടെ മേൽ വിജയം വരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. Praise the Lord. അതുകൊണ്ട് നമ്മൾ ആരെ വിധിക്കുന്നു അയാളുടെ മേൽ ഇപ്പൊ ഞാൻ മുമ്പേ മുതൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം വെച്ചോണ്ട് ആ ഒരു കാരുണ്യം കാണിക്കുക. അപ്പൊ നമുക്ക് ന്യായവിധി നമ്മൾ രക്ഷപ്പെടും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആരാധനയിൽ കർത്താവ് സമർത്ഥമായിട്ടുള്ള ഒരു കൃപ നമ്മുടെ മേൽ ചൊരിയും. ഈ ഒരു ദുർഗുണം പോയി ദൈവത്തിന്റെ കൃപ കർത്താവ് നമ്മുടെ മേൽ ചൊരിയട്ടെ. കർത്താവിന്റെ സന്നിധിയിൽ ഓരോരുത്തരും ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹൃദയം തുറന്ന് കർത്താവിനെ സ്തുതിക്കുന്നു. യേശുവേ ആരാധന, ആരാധന. കർത്താവെ ആരാധന, ആരാധന. ഓരോരുത്തരുടെ ഹൃദയം വലിയ അനുതാപത്തിന്റെ കൃപ ഈ സമയത്ത് പരിശുദ്ധാത്മാവ് വർഷിക്കും. ദൈവമേ കർത്താവെ, പലപ്പോഴും മറ്റുള്ളവരെ വിധിച്ച് അങ്ങയുടെ സ്ഥാനം കൈയടക്കാൻ തക്ക വിധം കർത്താവ് പൈശാചിക പാപത്തിൽ ഞങ്ങൾ വീണു പോയിട്ടുണ്ട്. അഹങ്കാരം മൂലം കർത്താവെ, ഞങ്ങൾ മറ്റുള്ളവരെക്കാൾ കേമന്മാരാണെന്നുള്ള ചിന്ത മൂലം കർത്താവെ, ചില ദുർഗുണങ്ങൾ മറ്റുള്ളവർ നമ്മൾ സന്തോഷിച്ചിട്ടുണ്ട് കർത്താവെ. എന്നിട്ട് എന്നിലെ ഗുണങ്ങളെ കുറിച്ച് ഞാൻ സന്തോഷിച്ചിട്ടുണ്ട്. ദൈവമേ, പറ്റപ്പോൾ എന്റെ ദുർഗുണങ്ങളെ ന്യായീകരിക്കാൻ അവർക്കും അങ്ങനെ ഉണ്ടല്ലോ എന്ന് ചിന്തിച്ചിട്ടുണ്ട്. എന്റെ ഇഷ്ടപ്പെട്ടവരെല്ലാം നല്ലവര്, ബാക്കിയെല്ലാം ചീത്ത, അങ്ങനെയൊക്കെ ഒരുപാട് തരത്തിൽ വിധിച്ചിട്ടുണ്ട് കർത്താവെ. ദൈവമേ, അനുതാപമുള്ളൊരു ഹൃദയം നൽകണം കർത്താവെ. അങ്ങനത്തെ ചിന്ത വരുമ്പോൾ തന്നെ അത് പിശാചാണ് കൊണ്ടുവരുന്നത് മനസ്സിലാക്കി അതിനെ ആട്ടിപ്പായിക്കാൻ ഞങ്ങൾക്ക് കൃപ നൽകണം ദൈവമേ. ആ ചിന്ത മാറ്റി മറ്റുള്ളവരുടെ സൽഗുണങ്ങൾ ഓർക്കാൻ ഞങ്ങൾക്ക് ഒരു കൃപ തരണം കർത്താവെ. ദൈവമേ, ആ വേറെ എന്നിൽ ഉണ്ടല്ലോണ്ടാണല്ലോ ഞാൻ വിധിക്കുന്നത് എന്ന ചിന്തയോടെ എന്നെ തന്നെ വിധിക്കാൻ അഭിഷേകം ചെയ്യണമേ, എന്നെ തന്നെ വിധിക്കാൻ അഭിഷേകം ചെയ്യണമേ. കരങ്ങൾ ഉയർത്തി മനസ്സ് തുറന്ന് ഓരോരുത്തരും അനുതാപത്തോടെ പാടി പ്രാർത്ഥിക്കുന്ന മലിനമായ ഈ മൺകുടമങ്ങേ തൃപ്പാദ സന്നിധിയിൽ ജീവിതം സമർപ്പിക്കുന്ന മലിനമായ ഈ മൺകുടമങ്ങേ തൃപ്പാദ സന്നിധിയിൽ കർത്താവേ അർച്ചന ചെയ്തിടും ദാസരിൽ നാദാ കൃപ ചൊരിയണമേ. എന്നെ തന്നെ വിധിക്കാൻ കൃപ ചൊരിയണമേ. മറ്റുള്ളവരുടെ നന്മ ഓർക്കാൻ കൃപ ചൊരിയണമേ. മാലിന്യം നീക്കിടൂ നീ. കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ കർത്താവായ ദൈവമേ, വിധിക്കുന്ന എല്ലാ പ്രവണതകളും പാപ സ്വഭാവങ്ങളും കർത്താവായ യേശുവിന്റെ നാമത്തിൽ ദുഷ്ടാത്മ പീഡകളും വ്യക്തികളിൽ വിട്ടൊഴിഞ്ഞ് നിബുദ്ധിക്കപ്പെടട്ടെ. ഹല 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 ഹല. കൃപ നിറയട്ടെ, കൃപ നിറയട്ടെ, കൃപ നിറയട്ടെ, കൃപ നിറയട്ടെ, കൃപ നിറയട്ടെ. ആരാധന, ആരാധന. Great.